ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ. നമ്മളെ സാധാരണ അച്ചാറുകൾ വെജിറ്റബിൾസ് കൊണ്ടാണ് ഉണ്ടാക്കാറ് അല്ലേ. റയറായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചൊരു വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള ഒരു അച്ചാർ അല്ലെങ്കിൽ പിക്കിൾ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ്. കുറച്ചൊരു പുളിയും കുറച്ചധികം മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു അച്ചാർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്കിത് ആപ്പിൾ ഉണ്ടാകുമ്പോൾ കുറച്ച് വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ച് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ മധുരമുള്ള അച്ചാർ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ നമുക്കന്ന് ഇങ്ങനെ ഒരു അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. സാധാരണ പലവരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ എന്നാൽ കുറച്ചധികം കാലം സൂക്ഷിക്കാനും പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 ആപ്പിളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. അത്രയ്ക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ നിങ്ങളും ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് അച്ചാർ ഇങ്ങനെ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആപ്പിൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ആപ്പിളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ മാറ്റുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ചാർ പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. പകരം ഈ ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ കായം 1/2 ടേബിൾ സ്പൂണും കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഈ അച്ചാറിന് ഇത്രയും ടേസ്റ്റ് കിട്ടാൻ നല്ല കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച ഈ ഒരു ഉലുവയും കായപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാർ പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലവണ്ണം ഈ അച്ചാറിൻ്റെ ഈ ആപ്പിൾ കഷ്ണങ്ങളിലേക്ക് എല്ലാം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. അതായത് എയർ ടൈറ്റ് ആയിട്ട് വേണം ഇത് കുറച്ചധികം സമയം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നൈറ്റൊക്കെ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കാം. എന്നിട്ട് രാവിലെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം അച്ചാർ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും സമയം നമുക്കൊരു മാരിനേഷൻ ടൈം കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ റാപ്പ് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം എടുത്ത് വെക്കാൻ. ഇനിയിപ്പോൾ നമ്മുടെ മാരിനേഷൻ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചാർ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തതാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് കരിയാനൊന്നും നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ ആപ്പിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ നന്നായിട്ട്
ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത്രയും വലിയൊരു ബൗളിൽ 1/4 കപ്പ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത്രയും വിനെഗർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് കുറവുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ, അതായത് ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഉപ്പും കായം എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഞാൻ മറ്റൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിക്കോളും. പിന്നെ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ അധികമായിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ സൂക്ഷിക്കാൻ ഗ്ലാസിൻ്റെ ജാർ തന്നെയാണ് നല്ലത്. കാരണം നമ്മളിത് വിനാഗിരിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ജാറിലേക്ക് അച്ചാറൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് അധികം വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആയിട്ടുള്ള ടൈപ്പ് അച്ചാറാണ് വേണ്ടതെങ്കിൽ നമ്മൾ വിനെഗറൊക്കെ ഒഴിച്ചു കൊടുത്ത സമയത്ത് തന്നെ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്രേവി ടൈപ്പ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൽ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ നല്ല ഉണങ്ങിയ സ്പൂണ് മാത്രം എടുത്തിട്ട് അച്ചാർ എടുത്തു കോരി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലെറ്റസ് ലവ്.